ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. ഡിഫറൻറ്റിൻ്റെ ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത് ടാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള സിഗരറ്റ് എടുത്ത് വലിച്ച് അതിൽ നിന്ന് വരുന്ന പുക കാരണം ബാക്കി എല്ലാവരും ബോധം കെടുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവനിങ്ങനെ മയക്കിയതൊന്നും പോരാഞ്ഞിട്ട് അവനാണെങ്കിൽ അവന്റെ മുഖത്തേക്ക് തന്നെ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ആ ഒരു പുകയെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ഇവിടെ എല്ലാവരും മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാലൂസിനേഷൻ ലോകത്തേക്ക് പോകുന്നത് നമ്മുടെ ഫ്ലൂക്കാണ്. ഫ്ലൂക്കാണെങ്കിൽ ആദ്യം ചെല്ലുന്ന സ്കൂളിലേക്കാണ്. അവിടെ ചെന്ന പാടെ തന്നെ കുറേയധികം പിള്ളേർ പറയുന്നുണ്ട് ഇവനൊരു സെൽഫിഷ് ആണ്, കൂടെ പഠിക്കുന്ന ഒരുത്തന് ഒരു ആപത്ത് വന്നിട്ട് പോലും ഇവൻ സഹായിച്ചില്ല, ഇവനെ പോലെ ഒരുത്തന് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ സാധിക്കത്തില്ല, ഇവനൊക്കെ നല്ല ശിക്ഷ കിട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിള്ളേരാരും കാണിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഫ്ലൂക്കിന്റെ ഹാലുസിനേഷൻ മാത്രമാണ്. അപ്പൊ അവൻ നോക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പോലീസ് വരുന്നുണ്ട്. പോലീസിനെ കണ്ടപാടെ തന്നെ ഇവനാണെങ്കിൽ അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി വരുന്നത് ഒരു ക്ലാസ് റൂമിലേക്കാണ്. ക്ലാസ് റൂമിലേക്ക് വന്ന പാടെ തന്നെ അയ്യോ ക്യാമറ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറ ആണെങ്കിൽ അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട്. ഫൈനലി ഇവനാണെന്നുണ്ടെങ്കിൽ ചേറിന്റെ അടിക്കുന്ന ആ ഒരു ക്യാമറ കിട്ടുവാണ്. ക്യാമറ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവിടേക്കാണെങ്കിൽ ടോപ്പ് വരുന്നുണ്ട്. ടോപ്പ് ആണെങ്കിൽ ഫ്ലൂക്കിനെ കണ്ടപാടെ തന്നെ നീ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾ ഒറ്റ കൊടുക്കാൻ വേണ്ടി പോകണോ, എനിക്കറിയാം നീ അതേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ബലപ്രയോഗം നടക്കാൻ വേണ്ടി പോണ്. പെട്ടെന്ന് ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ അവിടുന്ന് എഴഞ്ഞാണ് പോകുന്നത്. എഴഞ്ഞഴിഞ്ഞ് നേരെ പോയി നിൽക്കുന്നത് ആ ഒരു കറുത്ത രൂപത്തിന് മുമ്പിലേക്കാണ്. ഇവരെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടേക്കാണെങ്കിൽ ഡെങ്ങ് വരുന്നുണ്ട്. ബ്ലഡിലൊക്കെ കുളിച്ചിട്ട് നമ്മുടെ ഡെങ്ങാന്നുണ്ടെങ്കിൽ ഇവനെ ചുമലിലോട്ട് ചേർത്തങ്ങി ഇരുത്തുവാണ്. ഇരുത്തിയ പാടെ തന്നെ ആ ഒരു കറുത്ത മാസ്കിന്റെ രൂപം അവന്റെ ആ ഒരു മുഖംമൂടി എടുത്ത് മാറ്റുകയാണ്. അത് വേറെ ആരല്ല നമ്മുടെ നോണാണ്. നോണെ കണ്ട പാടെ തന്നെ ഫ്ലൂക്ക് ആണെങ്കിൽ പറയുന്നുണ്ട് ഞാനല്ല നിന്റെ വീഡിയോ എടുത്തത് ജിന്നാണ് ഇതൊക്കെ ചെയ്തത്. അവൻ വീഡിയോ എടുക്കുകയും ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തെന്നൊക്കെ. പക്ഷെ നീ അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നിനക്ക് തടഞ്ഞുവിടായിരുന്നോ, നീ തടഞ്ഞില്ലല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം നിനക്കും ആ ഒരു വീഡിയോ എടുക്കണമായിരുന്നല്ലേ, നിങ്ങൾ എന്നെ ജീവനോടെ ഇരിക്കുമ്പോൾ കൊല്ലുന്നതിന് തുല്യമായിരുന്നു ആ ചെയ്തതെന്നൊക്കെ നമ്മുടെ നോൺ പറയുന്നുണ്ട്. ഇതൊക്കെ ഫ്ലൂക്ക് ആണെങ്കിൽ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എന്റെ കുറച്ചുകൂടി വീഡിയോസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ നോൺ ആണെങ്കിൽ ഒരു ക്യാമറ എടുത്തിട്ട് ഫ്ലൂക്കിന്റെ നേർക്ക് നീട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ അത് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. അതേസമയം ഇവിടെ കാണിക്കുന്നത് ശരിക്കുള്ള ഫ്ലൂക്കിനെയാണ്. ഫ്ലൂക്കിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 സൂചി പോലത്തെ സംഭവം ഉണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അത് വെച്ചിട്ട് അവന്റെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കുകയാണ്. സെയിം ടൈം ഇവിടെ ടോപ്പിന് ഹാലുസിനേഷൻ വേണ്ടാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ആ ഒരു കാട്ടിക്കൂടെ നടന്നു വരികയാണ് അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ ചെന്ന് ചാടുന്നത് നമ്മുടെ നോണിന്റെ മുമ്പിലാണ്. നോണിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നോണാണെങ്കിൽ അവന്റെ കാലെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് കിടത്തിയിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചോണ്ടിരിക്കുകയാണ്. ടോപ്പ് ആണെങ്കിൽ നോണിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്, ഞാനും ടീം കൂടി ചേർന്നിട്ടാണ് നിന്നെ കൊണ്ട് ആ ഒരു ഫേക്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തത്, സോറി ഞങ്ങൾ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സോറി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നോണാണെങ്കിൽ അവനെ വെറുതെ വിടുന്നില്ല, കഴുത്താന്നുണ്ടെങ്കിൽ പിടിച്ച് ഞെരിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ഫൈനലി ടോപ്പ് ആണെങ്കിൽ നോണിനെ എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. നേരെ വരുന്നത് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു വീട്ടിലേക്കാണ്. അവിടെ വന്നിട്ട് നമ്മുടെ ടോപ്പ് നോക്കുമ്പോൾ ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും പഴയ രീതിയിൽ നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടീ ആണെങ്കിൽ ഇവന്റെ ഈ ഒരു മട്ടും ഭാവം കണ്ടിട്ട് നിനക്കിത് എന്താ പറ്റിയ ടോപ്പ്, നീ എവിടെ പോയിട്ടാ വന്നത്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവന് ചോദിക്കുന്നുണ്ട്. അതോ നോണിന്റെ പ്രേതത്തെ ഞാൻ കണ്ട് അവൻ എന്നെ ഓട്ടിച്ചെന്നൊക്കെ പറയുമ്പോഴേ പെട്ടെന്ന് തന്നെ വൈറ്റ് ആണെങ്കിൽ ടോപ്പ് എന്തൊക്കെയാ പറയുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് നോണൊന്നും മരിച്ചു പോയിട്ടില്ല, അവനെ കാണാതെ പോയെന്നൊക്കെ. അപ്പൊ പിന്നെ എങ്ങനെ ഗോസ്റ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്. ജിന്നും ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞ ശരിയാണല്ലോ, അവൻ മരിച്ചെന്ന് പോയിട്ടില്ല, അവനെ കാണാതായി, അത്രയല്ലേ ഉള്ളെന്നൊക്കെ. ഇതേസമയം വൈറ്റ് ആണെങ്കിൽ നമ്മുടെ ടോപ്പിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒരുമാതിരി ഒരു നോട്ടം നമ്മുടെ ടോപ്പിനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടോപ്പ് ആണെങ്കിൽ ആ ഒരു വെള്ളം കുടിച്ചിട്ട് നേരെ അങ്ങ് താഴത്തേക്ക് വന്ന് വീഴാണ്. അവൻ കഴുത്തിന് തന്നെ പിടിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ഒറിജിനൽ ടോപ്പിനാണെന്നുണ്ടെങ്കിൽ ബോധം വരികയാണ്. ബോധം വന്ന് എഴുന്നേറ്റ് പാടെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഫ്ലൂക്ക് ഇരിപ്പുണ്ടല്ലോ, ഫ്ലൂക്കിനാണെങ്കിൽ ഇപ്പൊ കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല. നേരെ വെച്ചിട്ട് അവനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഫ്ലൂക്ക് പറയുന്നുണ്ട് എന്നെ വെറുതെ വിട്, എന്നെ കൊല്ലരുതെന്നൊക്കെ. പക്ഷെ ഇവനാണെങ്കിൽ കേൾക്കുന്നില്ല. ഇത് കാണാൻ നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ എന്റെ കണ്ണുപോയി, എനിക്ക് ഇനി ഒരു ഡോക്ടർ ആവാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ടോപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഇവര് തമ്മിൽ ആകപ്പാട് പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് ടാൻ ഇതൊക്കെ കണ്ടോണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരുടെ പിടിവലിക്കിടയിൽ രണ്ടുപേരെ കാല് സ്റ്റിപ്പായിട്ട് മേലിൽ നിന്ന് വന്ന് താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. സ്റ്റെപ്പിലേക്ക് താഴത്തേക്ക് വീണ പാടെ തന്നെ രണ്ടുപേരും മരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ടീ ആണ്. ടീയുടെ മുമ്പിലായിട്ട് ഒരു കത്തി അടപ്പുണ്ട്. അവനാണെങ്കിൽ ആ ഒരു കത്തി എടുക്കാണ്. ആ ടൈമിൽ നമ്മുടെ ടീ ആണെങ്കിൽ ഹാലുസിനേഷൻ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവന്റെ മുമ്പിലായിട്ട് നോൺ നിപ്പുണ്ട്. നോൺ പറയുന്നുണ്ട് എന്നെ കുത്തി കൊന്നേക്കാനെന്നൊക്കെ. എന്തിനാ ഞാൻ നിന്നെ കൊല്ലുന്നതെന്ന് ടീ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിന്റെ അങ്ങളുടെ ക്യാഷ് ഞാൻ നിന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്ന് ജോലി ചെയ്താലും എനിക്കത് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എന്നെ കൊന്നു കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ നിന്നെ കൊല്ലത്തില്ല, നീ കൊടുക്കാനുള്ള ക്യാഷ് ഞാനും കൂടി ചേർന്ന് കൊടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ നിന്നെ കൊല്ലുന്നതെന്ന് നമ്മുടെ നോണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നോണാണെങ്കിൽ ഇല്ല അതൊന്നും പറ്റത്തില്ല, നീ എന്നെ കൊന്നേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. പിന്നെ ഇവിടെ കാണിക്കുന്ന വൈറ്റ് ആണ്. വൈറ്റ് ആണെങ്കിൽ അവന്റെ ഹാലുസിനേഷൻ വേൾഡിലേക്ക് പോവാണ്. അവന്റെ കൂടെ അവിടെ ഉള്ളത് ടീ ആണ്. ഇവര് മുമ്പ് പരിചയപ്പെട്ടതൊക്കെ ആ ഒരു ഗെയിമിംഗ് സെന്റർ വെച്ചല്ലേ, അവിടെ വെച്ചിട്ട് ടീ എടുത്ത് പറയുന്നുണ്ട് ടീ എന്നെ വിട്ടിട്ട് നീ പോവല്ലേ എന്നൊക്കെ. ഇല്ല, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ചേഞ്ച് ചെയ്തത്, എന്നിട്ട് നീ എന്താ കാണിച്ചത്, നിനക്കിഷ്ടം വേറെ ഒരാളല്ലേ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ടീ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ ഇവരാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ജിന്നാണെങ്കിൽ വൈറ്റിനെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ടീയുടെ മൈൻഡിനുള്ളിൽ തന്നെയുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ടീ ഇതൊക്കെ സംസാരിക്കുന്നത്. അതേസമയം ഇവിടെ കാണിക്കുന്ന ടീയെ നോണിനെയാണ്. അപ്പൊ നോൺ പറയുന്നുണ്ട് നിനക്ക് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊന്നു കളഞ്ഞേക്കാനെന്നൊക്കെ. ഇവിടെ ആണെങ്കിൽ
വൈറ്റ് ടീ എടുത്ത് പ്ലീസ് നീ എന്നെ വിട്ടിട്ട് പോവല്ലേ പോലെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടീ ആണെങ്കിൽ നിനക്ക് ആരുടെ കൂടെയാ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊ ഇക്കൊള്ളാൻ പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോണിനെയും തള്ളി മാറ്റിയാണ്. ഇപ്പൊ ഇവരുടെ യഥാർത്ഥ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ടീയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ അവനാണെങ്കിൽ നമ്മുടെ ടീയുടെ കയ്യിലുള്ള ആ ഒരു കത്തി കയറി പിടിച്ചേക്കാണ്. പക്ഷെ നമ്മുടെ വൈറ്റിന്റെ ഹാലോ സ്റ്റേഷനിൽ അത് നമ്മുടെ ടീയുടെ കൈയാണ്. എന്നെ വിട്ടിട്ട് പോലെ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നോൺ ആണെങ്കിൽ എന്നെ കൊല്ലുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലുള്ള പിടിവലിക്കൊടുവില് നമ്മുടെ വൈറ്റിന്റെ വയറ്റിലേക്ക് കത്തി കയറുവാണ്. അപ്പൊ ടീയുടെ കണ്ണില് അത് നോൺ ആണല്ലോ. അവൻ നോണിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നോൺ എന്തിനാ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ എന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ തിരിച്ചു വന്നത്? നീ എന്നെ വേട്ടയാടുമല്ലേ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈറ്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. വൈറ്റ് അപ്പൊ തന്നെ അങ്ങ് മരിച്ചു പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന ജിന്നിനാണ്. ജിന്നാണെങ്കിൽ അവന്റെ ഹാലൂസിനേഷൻ വേൾഡിലേക്ക് പോവാണ്. അപ്പൊ അവനാണെങ്കിൽ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് അവൻ നേക്കഡായിട്ട് നിന്നിട്ട് അവന്റെ തന്നെ കുറെ ഫോട്ടോസ് എടുക്കുന്നതായിട്ടാണ്. ഇപ്പൊ ഇവൻ ഇതൊക്കെ കണ്ടിട്ട് നേരെ വാഷ്റൂമിലേക്കാണ് ചെല്ലുന്നത്. അവൻ നേരത്തെ ട്യൂഷൻ പഠിച്ച ആ ഒരു സെന്ററിലെ അവിടുത്തെ വാഷ്റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വേറൊരു പയ്യനായിട്ട് ഇവ ഇന്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറെ അധികം പിള്ളേർ വന്നിട്ട് അതൊക്കെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതിനുശേഷം അവൻ അവിടുന്ന് വേറെ റൂമിലേക്ക് പോവാണ്. അപ്പൊ അവിടെ അവൻ കാണുന്നത് അവൻ കെങ്ങുമായിട്ട് ഇന്റിമേറ്റ് ആവുന്ന സീനൊക്കെയാണ്. കുറെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അതും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ വേറെ റൂമിലെത്തുവാണ്. ആ റൂമിലാണെങ്കിൽ ഒരുപാട് TV ഉണ്ട്. അതിലൊക്കെ വരുന്ന സീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജിന്നാണെങ്കിൽ ഓരോരുത്തരായിട്ട് ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സീൻസ് ഒക്കെയാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതെല്ലാം തല്ലി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ശരിക്കുള്ള ജിന്നെ കാണിക്കുമ്പോഴേ അവന്റെ മുമ്പിലായിട്ട് ഒരു കത്ര ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ജിന്നാണെങ്കിൽ ആ ഒരു കത്ര എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ പിയുടെ ഹാലൂസിനേഷൻ ആണ്. അപ്പൊ പിയുടെ ഹാലൂസിനേഷനിൽ നമ്മുടെ നോൺ ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിൽക്കുകയാണ്. അവനാണെങ്കിൽ സൂസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്കാണ് പി വന്നിട്ട് നോൺ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടുന്നത്? ഞാൻ മരിക്കണമല്ലേ? അതിലെ നിനക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോൺ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഒരു കമ്പി മാതിരിയുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ പിടിച്ച് തൂങ്ങി കിടക്കാണ്. ഞാൻ മരിച്ചിട്ടില്ല, എന്നാ പിന്നെ ഓക്കെ ഞാൻ മരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നോൺ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് താഴത്തേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നോൺ ആണെങ്കിൽ അവിടെ മരിച്ചു പോവാണ്. പിന്നെ കാണിക്കാൻ നമ്മുടെ നോണും പിയും കൂടി ഒരുമിച്ച് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ്. അപ്പൊ അവിടെ വെച്ചാണെങ്കിൽ നോൺ പറയുന്നുണ്ട്, നീ എന്റെ അടുത്ത് എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് നീ എന്നെ പ്രൊട്ടക്ട് ചെയ്തോ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്നെ സഹായിച്ചോ എന്നൊക്കെ നമ്മുടെ പി എടുത്ത് ചോദിക്കുന്നുണ്ട്. പി ആണെങ്കിൽ നോൺ പ്ലീസ് നീ എന്റെ അടുത്ത് ക്ഷമിക്കേ, ഞാനൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട്. നോൺ ആണെങ്കിൽ ഇല്ല, നീ എന്റെ അടുത്ത് ലാസ്റ്റ് എന്താ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഒന്നെങ്കിൽ ഞാൻ മരിച്ചു പോകണം, അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോകണം, അതല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത്. ഫൈനലി ഞാൻ മരിച്ചു പോയില്ലേ, നിനക്കിപ്പോ വേണമെന്ന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ താഴെ കിടന്ന ഒരു കല്ലെടുത്തിട്ട് അവന്റെ തലയ്ക്ക് തന്നെ അടിച്ചടിച്ചിട്ട് അവനവിടെ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പി ആണെങ്കിൽ നേരെ ടെറസിന്റെ മോളിൽ വരികയാണ്. അപ്പൊ അവിടെയുണ്ട് നമ്മുടെ നോണാണെങ്കിൽ ഇങ്ങനെ ഓരോ ടൈം ഇങ്ങനെ മരിച്ചോണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പിയെ കാണും മരിക്കും. പിന്നെ അതിനുശേഷം നമ്മുടെ പി ആണെങ്കിൽ ഒരു ഡോർ തുറന്നിട്ട് പുറത്തേക്ക് വരുവാണ്. അപ്പൊ ഒരു ബാർ ടബിൽ നമ്മുടെ നോൺ കിടക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ കയ്യിലെ വെയിൻ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് പി വരുന്നുണ്ട്. നോൺ അങ്ങനെയൊന്നും ചെയ്യില്ലേ, നീ ശരിക്കും നോൺ തന്നെയാണോ? ശരിക്കുള്ള നോൺ ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നോൺ ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ടുന്നത്? ഞാൻ മരിച്ചു പോകണം, അത്രയല്ലേ ഉള്ളൂ. അതപ്പൊ ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് അവനങ്ങ് മരിച്ചു പോണ്. അങ്ങനെ ഓരോരോ സ്ഥലമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ എല്ലാം വെച്ച് നമ്മുടെ പിയുടെ മുമ്പിൽ വെച്ചിട്ട് നോൺ മരിച്ചു പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പി ആണെങ്കിൽ നോണിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നെങ്കിൽ നീ എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ നീ മരിച്ചു പോകണം എന്നൊക്കെ. അപ്പൊ മരിച്ചു പോകണമെന്ന് പറഞ്ഞല്ലോ, അത് വെച്ചുകൊണ്ടാണ് ഇവനിങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ നമ്മുടെ പിയുടെ മുമ്പിൽ വെച്ച് മരിച്ചു പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജിന്നാണല്ലോ ഇവന്റെ വീഡിയോസ് ഒക്കെ ലീക്ക് ആക്കിയത്. അപ്പൊ അതിനൊരു പകരം വീട്ടിലായിട്ടാണ് നമ്മുടെ ജിന്നിന് അങ്ങനെ ഒരു സംഭവം കൊടുത്തത്. അതേപോലെ തന്നെ ഫ്ലൂക്കിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഫ്ലൂക്ക് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും പുറത്ത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ശിക്ഷ കിട്ടിയത്. പിന്നെ നമ്മുടെ ടീയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവന്റെ കൈ കൊണ്ട് തന്നെ നമ്മുടെ വൈറ്റിനെ കൊന്നില്ലേ. അപ്പൊ അതിലും വലിയ ശിക്ഷ നമ്മുടെ ടീക്ക് ഇനി കിട്ടാനില്ലല്ലോ. അങ്ങനെ നമ്മുടെ പി ആണെങ്കിൽ ആ ഒരു ഹാലു സ്റ്റേഷൻ വേടിന്ന് എങ്ങനെയോ തലക്കടിച്ചടിച്ച് ബോധം വരുത്തി അവനാണെങ്കിൽ അതിൽ നിന്ന് ഉണരുവാണ്. ഇത് മനസ്സിലാക്കിയ ടാൻ നിനക്ക് ബോധം വന്നോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പി ആന്നുണ്ടെങ്കിൽ ടാനെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ആകപ്പാട് അടിയും പിടിയും വലിയൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പി ആന്നുണ്ടെങ്കിൽ ടാനെ അടിച്ച് താഴത്തേക്ക് കിടത്തിയിട്ട് അവന്റെ ആ ഒരു പുക അടിക്കുന്ന ആ ഒരു സാധനമല്ലേ അത് പെട്ടെന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് നമ്മുടെ ടാന്റെ മാസ്ക് മാറ്റിയിട്ട് അവന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ചു നേരം നീ എൻജോയ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണും പിന്നെ ആ ഡ്രഗ്സിന് എതിരായിട്ടുള്ള ഡ്രഗ്സ് ഉള്ള ആ ഒരു സിഗരറ്റില്ലേ അതൊക്കെയാണെങ്കിൽ പി എടുക്കുന്നുണ്ട്. ആദ്യമേ പി തന്നെ അങ്ങ് വലിച്ച് അവനങ്ങ് റെഡിയാണ്. അവൻ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ജിന്നാണെങ്കിൽ അവന്റെ കയ്യിൽ തന്നെ ആ ഒരു കത്രി വെച്ച് കുത്തിക്കൊണ്ട് എല്ലാ തെറ്റും ഞാനാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പി ആണെങ്കിൽ ജിന്റെ അടുത്തേക്ക് എന്നിട്ട് ജിൻ അങ്ങനെയൊന്നും ചെയ്യല്ലേ, വാ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ്. അതേസമയം ഇവിടെ ടാൻ ആണെങ്കിൽ അവന്റെ ഒരു ഹാലു സ്റ്റേഷൻ വെള്ളിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ നോണിനെയാണ്. ഇപ്പോഴും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടോ, നീ എന്നെ ഒരിക്കൽ പോലും കെയർ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നോൺ ചോദിക്കുന്നുണ്ട്. നോൺ നിനക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷയല്ല എന്നൊക്കെ നമ്മുടെ ടാൻ പറയുന്നുണ്ട്. ചേട്ടാ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടല്ലേ, താങ്ക്സ് എന്നൊക്കെ നമ്മുടെ നോൺ പറയുന്നുണ്ട്. നീ ശരിക്കും എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞാണോ എന്നൊക്കെ നമ്മുടെ ടാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ടാൻ ആലോചിക്കുന്നത് ആ ഒരു ഡ്രൈവറില്ലേ അയാളാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാൻ കൊന്നു കളഞ്ഞല്ലോ, അതേപോലെ തന്നെ വൈറ്റിനെയും കൊന്നു കളഞ്ഞ് രണ്ടുപേരും ഇതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരല്ലല്ലോ, അവർ രണ്ടുപേരും വെറുതെ അല്ലേ കൊന്നു കളഞ്ഞത്. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ടാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടാൻ ആണെങ്കിൽ അവിടുന്ന് തിരിയുന്ന ടൈമിൽ നമ്മുടെ നോണാണെന്നുണ്ടെങ്കിൽ വിളിച്ചു പോകുന്നുണ്ട്. ടാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ
നോണിന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീണിട്ട് അവനിങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. ഇവൻ നേരെ ചെല്ലും നമ്മുടെ ടീയുടെ അടുത്തേക്കാണ്. ടീയുടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്, നീ കാണാൻ എന്റെ അനിയൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടീയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന പി ആണെങ്കിൽ ജിന്നയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുവാണ്. അപ്പോഴും നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ആ ഒരു ഹാലുസിനേഷൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അതാണ് ജിന്നാണെങ്കിൽ എല്ലാം ചെയ്തത് ഞാനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പി ആണെങ്കിൽ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ആ നേരെ നമ്മുടെ ജിന്റെ മുഖത്തേക്ക് ഊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജിന്ന ഓക്കെയാണ്. ജിന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെന്ന് ടീയെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ കാണുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ടാൻ ആണെങ്കിൽ ടീയുടെ കഴുത്തിങ്ങനെ പിടിച്ച് ഞെരിച്ചോണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പി ആണെങ്കിൽ ടാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടാൻ ആണെങ്കിൽ പിയെ തള്ളി മാറ്റിയിട്ട് അടുത്തേക്ക് ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ പിയുടെ തലക്കടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ ചെല്ലുന്ന ടീയുടെ അടുത്തേക്കാണ്. ടീയെ പിന്നെയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെന്ന പി ആണെങ്കിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് നേരെ നമ്മുടെ ടാനെ വെടിവെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻ ആണെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ പി ആണെങ്കിൽ ടീയെ വെച്ചിന്ന് രക്ഷിക്കുകയാണ്. അവന്റെ മുഖത്തേക്കും ആ ഒരു സിഗരറ്റ് വലിച്ചിട്ട് അതങ്ങ് ഊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീക്കും ബോധം വരുവാണ്. ബോധം വരുമ്പോൾ അവൻ കാണുന്നത് തൊട്ടടുത്തായിട്ട് വൈറ്റ് മരിച്ചിരിക്കുന്നതാണ്. ഇത് കാണുന്ന ടീ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. വൈറ്റ് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പി ആണെങ്കിൽ വാ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ടീയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു വീട്ടിനകത്ത് എല്ലാവരും ഇങ്ങനെ മരിച്ചു കിടക്കുന്നതേ കാണിച്ചുകൊണ്ടാണ്. ശരിക്കും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചല്ല. പോറ് മരിച്ചു ഓക്കെ അത് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ബാക്കിയുള്ളവരാരും മരിക്കുന്നു ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചല്ല. പ്രത്യേകിച്ച് വൈറ്റിനെ കൊല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ ആ ഒരു സ്കൂൾ ലൈഫാണ്. ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്, ഫ്രണ്ട്ഷിപ്പ്, ലവ്, അതേപോലെ തന്നെ അവർ ഈ വീട്ടിലേക്ക് വന്നില്ലേ ആ ഒരു ടൈമൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് 2 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ്. നമ്മുടെ ജിന്നാണെങ്കിൽ അബ്രോഡിൽ പോയി ചെന്ന് പഠിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അവന് ഓൺ ദ വേ ആണ്. അപ്പൊ അവൻ പിയെ കോൾ ചെയ്യുന്നുണ്ട്. പി ആണെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. അവന്റെ ജോലി എന്താന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. ജിൻ ചോദിക്കുന്നുണ്ട് നിന്റെ ജോലി കഴിഞ്ഞോ എന്നൊക്കെ. ഇല്ല 6 മണിയാവുമെന്നൊക്കെ നമ്മുടെ പി പറയുന്നുണ്ട്. ഓ ഇതിനെക്കാളും നല്ല ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതാണ്, നിന്നെ കാണാൻ വന്നാലും നിന്നെ കാണാൻ കിട്ടത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ജിൻ പറയുന്നുണ്ട്. നീ എന്നെ കാണാൻ വന്നില്ലേലും നിന്നെ ഞാൻ കാണാൻ വേണ്ടി അവിടേക്ക് വരുമെന്നൊക്കെ നമ്മുടെ പി പറയാണ്. അതിനുശേഷം ജിൻ പറയുന്നത് നമ്മുടെ ടീയുടെ കാര്യമാണ്. എനിക്ക് ടീയെ കാണണം, അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മുടെ പി എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ടീയെ കാണിക്കുന്നത്. ടീ ആണെങ്കിൽ മെന്റലി ഡിസോർഡർ ആയിട്ട് കിടക്കുവാണ്. അവനാണെങ്കിൽ വൈറ്റ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിയും ജിന്നും കൂടി ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. ആ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നോണിനെ പ്രപ്പോസ് ചെയ്ത സ്ഥലമല്ലേ ആ ഒരു സ്ഥലമാണത്. അപ്പൊ നമ്മുടെ ജിൻ പറയുന്നുണ്ട് എനിക്ക് ടീയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് നല്ല വിഷമമുണ്ട്, അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാന്നൊക്കെ. അതിന് നമ്മുടെ പി പറയുന്നത് നമ്മളെ കൊണ്ട് എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, കാരണം അവന്റെ ലവറിന്റെ അവന്റെ കൈ കൊണ്ടാണ് അവൻ കൊന്നത്. അതിന്റെ ഷോക്കൊക്കെ വിട്ട് മാറണമെങ്കിൽ അതിന് ഒരുപാട് താമസം എടുക്കും, എന്തായാലും നോക്കാന്നൊക്കെ നമ്മുടെ പി പറയുന്നുണ്ട്. ഇതേക്കുന്ന ജിന്നാണെങ്കിൽ നമ്മുടെ പി എടുത്ത് താങ്ക്സ് പറയാണ്. വേറൊന്നിനും അല്ല, അവൻ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവന്റെ കൂടെ എപ്പോഴും നമ്മുടെ പി നിൽക്കുന്നില്ലേ അതിനൊക്കെയാണ് താങ്ക്സ് പറയുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ജിന്റെ പുറവശത്ത് കൂടി നമ്മുടെ നോൺ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ പി മാത്രം കാണുവാണ്. നമ്മുടെ നോൺ ആണെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോണ്. ഇത് കാണുന്ന പിയും അവന്റെ ഒപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ജിൻ ഇത് മനസ്സിലാക്കിയിട്ട് നേരെ പോയി ചെന്ന് പി പിടിച്ചു നിർത്താണ്. പി എന്തിനാ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ പിക്കാന്നുള്ളിൽ ബോധം വരുന്നത്. പിയാന്നുള്ളിൽ ജിന്റെ അടുത്ത് ജിൻ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിന് നമ്മുടെ ജിന്നാണെങ്കിൽ ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. നിനക്കൊരു കാര്യം മനസ്സിലായോ, ആ ഒരു വീട്ടിൽ എത്ര പേരാണ് മരിച്ചത്, അതൊന്നും പോലീസ് കേസായില്ല. അതേപോലെ തന്നെ ആ ഒരു വീടിനെ പറ്റിയിട്ട് ആരും തന്നെ സംസാരിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ജിൻ നമ്മളിപ്പോഴും ആ ഒരു വീട്ടിൽ തന്നെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ദാ അടക്കുന്ന ചട്ടിയങ്കലം ഇവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് എഴുതിയിരിക്കുമ്പോഴാണ് ഈ മാതിരി ടെസ്റ്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടറിനെ കൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലണം, എന്തൊക്കെ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ഹാലുസിനേഷനിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാരാണ് 3 പേരും. അതേപോലെ തന്നെ ടാൻ മരിച്ചുപോയും ചെയ്ത്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു വീഡിയോ ഇട്ട് പുറത്തോട്ട് വരാൻ പറ്റാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഒരു പക്ഷേ ആ ഒരു ചാന്ത എന്ന് പറഞ്ഞ സംഭവമില്ലേ അത് ശരിക്കും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു എപ്പിസോഡിൽ നമ്മുടെ ടാൻ ആണെങ്കിൽ മേലെ ഇരിക്കുമ്പോൾ താഴെ കൂടെ ആ ഒരു കറുത്ത രൂപം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ടാനും ശരിക്കും അത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷെ അവന് ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന ആ ഡ്രഗ്സ് അവൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അവൻ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാന്ത ശരിക്കും ഉള്ളതായിരിക്കത്തില്ലേ. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോഴും ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത്. ഞാൻ ഇങ്ങനെ സംസാരിക്കാന്നുണ്ടെങ്കിൽ മിക്കവാറും സീസൺ 2 കഥ ഞാനിപ്പോ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിയും. അപ്പൊ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.